ഇവിടെ എങ്ങനെ ഒറ്റ ഒരുത്തേം കാണുന്നില്ലല്ലോ. അയ്യോ, ഇനി എല്ലാം കൂടി മാറിയിരുന്ന് എന്റെ കുറ്റം പറയാണോ എന്തോ. എടി ഗീതേ, വിമലേ, കൂയ്. അല്ല ഇതാര്? സരോജിനി കൊച്ചോ? തള്ളേ, ഐ ആം നോട്ട് സരോജിനി, ഐ ആം സരോജിനി. ദേ പെണ്ണേ, ഐ ആം നോട്ട് തള്ള, ഐ ആം 6 മണി. 6 മണിയല്ല 7 മണി. അയ്യടാ, ഞാൻ മണിക്കണക്കൊന്നുമല്ല പറഞ്ഞത്, എന്റെ പേരാ പറഞ്ഞത്. 6 മണി. തോട്ടം കരയിൽ കിടന്ന് നിങ്ങൾ എന്ന് തൊട്ടാ തള്ളേ 6 മണി ആയത്? എന്തോന്നാടി എന്തോന്നാടി? തന്നെ കടിക്കോ? അല്ല, നീ എന്ത് പതിവില്ലാതെ ഞങ്ങൾ പാവങ്ങടെ പൈപ്പും ചോട്ടി. Today early morning. ഷേർലി എവിടെ പോയി? ഷേർലി പോയെന്നല്ല, today early morning എന്റെ കിണറ്റിൽ ഒരു ക്യാറ്റ് വീണ്. സോ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നു. പിന്നെ ഇത്തിരി പോലെ ഒരു ക്യാരറ്റ് കണത്തി വീണേനാ ഇങ്ങു പോകുന്നത്. ഓ, ക്യാരറ്റ് അല്ല തള്ളേ, ക്യാറ്റ്, പൂച്ച. മ്യാവ്. ചുമ്മാതല്ല ഇവിടെ പൂച്ച കണത്തി വീണത്, അത് രാവിലെ വേറെ മൂഡിലായിരുന്നു. അല്ല, എന്തായാലുവേ ആ പാത്രം അങ്ങ് പറകിക്കൊണ്ടുപോയി. എന്റെ കൊച്ചം ഞാൻ ഇവിടെ വെക്കത്തുള്ളൂ. നീ എന്തിനാടി അതിന് പൈപ്പിന്റെ മൂട്ടി കുത്തിയിരിക്കുന്ന? ഞാൻ ഇരിക്കുന്ന കാര്യമല്ല പറഞ്ഞേ, എന്റെ കൊച്ചം വെക്കുന്ന കാര്യ പറഞ്ഞത്. അതൊക്കെ പറയടി. ഒരു കുടവും കൊണ്ടുവന്ന് അതിന്റെ പേര് പോലും നേരെ ചൊവ്വേ പറയാൻ അറിയത്തില്ല. എന്നിട്ടൊരു കൂളിംഗ് ഗ്ലാസും ഫിറ്റ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങും നേരം വെളുക്കുമ്പോ. തള്ള, ഇത് കൂളിംഗ് ഗ്ലാസ് അല്ല, ഇതിനെ സ്പെക്സ് പറയും. അതൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല. ഞങ്ങള് പൈപ്പിന്റെ മൂട്ടി അങ്ങനെ പല പരദൂഷണം പറയും, പക്ഷെ ഇമാതിരി കാര്യമൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല. എന്തോന്ന് നീ ഇപ്പം പറഞ്ഞത്? ഓ, ഈ തൊള്ള. ഇത് എന്ത് വേഷമാടി ഇത്? ടീഷർട്ട്. ആ, ടീഷർട്ടാ, പക്ഷെ ടീ ഒഴിച്ചുള്ള ബാക്കി എല്ലാ അക്ഷരം അതിലുണ്ട്. ഇത് നിന്നെ ആരാണ്ട് പറ്റിച്ചത്? അല്ല, നിങ്ങൾ എന്താ ഇട്ടേക്കുന്നത്? നൈറ്റി. എന്താ ടീ പറഞ്ഞ ടീ? അത് ഞാൻ കണ്ടില്ലല്ലോ. ആ, ശരിയാന്നല്ലോടി. ഹൈഫൈ. ആ, വൈഫാടി, ഞാൻ രായന്റെ വൈഫാ. ഓ, ഞങ്ങളെ പോലുള്ള പിള്ളേർ ഇങ്ങനെ അടിച്ച് പറയുന്നതിന് ഹൈഫൈ എന്നാ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ അടിക്കുന്നത് കൊതുവിനെ കൊല്ലാനാ. അല്ല, നിങ്ങക്ക് വാട്ടർ കണക്ഷൻ ഇല്ലേ? ഓ, ഞങ്ങളുടെ വീട്ടിൽ 4 പേർക്ക് വോട്ടുണ്ട്. ഓ, സെൻസസ് എടുക്കാൻ വന്നേ അല്ല ഞാൻ. വാട്ടർ കണക്ഷൻ ഉണ്ടോന്ന്, വീട്ടിൽ പൈപ്പ് ഉണ്ടോന്ന്. അതെന്ത്, നിന്റെ വീട്ടിൽ പൈപ്പില്ലേ? എന്റെ ബില്ല് നിങ്ങളുടെ കെട്ടിയോ വന്ന് പേ ചെയ്യോ? പിന്നെ എന്റെ വീട്ടിലെ കറണ്ട് ബില്ല് കണ്ട അങ്ങേർക്ക് പേളായിരിക്കും. ഇനി ഇതുകൂടി കണ്ടിട്ട് വേണം ഞാൻ കൊണ്ടുവന്ന് ഷോക്കടിപ്പിക്കാൻ. എനിക്ക് നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ സമയമില്ല. പോയിട്ട് കോച്ചാർജന്റ്. അന്ന് നിന്നെ ഈ പറഞ്ഞ സാധനം എനിക്കും ഉണ്ട്. പിന്നെ ഒരു ഇത്തിരി വെള്ളിയുടെ ആണെന്നേ ഉള്ളൂ. എന്ത് അരഞ്ഞാണം? തള്ളേ, അരഞ്ഞാണമല്ല, അർജന്റ്, അത്യാവശ്യം. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത മുതുക്കി തള്ള. എടി എനിക്ക് വിദ്യാഭ്യാസം ഇല്ലതേ ഉള്ളൂ. നിന്നെക്കാളും അഭ്യാസം പഠിച്ചോളാ ഞാൻ. എന്നെ കൊണ്ടത് എടുപ്പിക്കല്ലേ. അതിന്നലെ നിങ്ങൾ ദാസന്റെ പറമ്പിൽ നിന്ന് തേങ്ങ എറിഞ്ഞിട്ടപ്പ ഞാൻ കണ്ടായിരുന്നു. കണ്ടെങ്കിൽ കണക്കായി പോയി. കക്കാൻ അറിയാമെങ്കിൽ രമണിക്ക് നിക്കാനും അറിയാം. അല്ല, ദാസൻ നിങ്ങളെ ഒന്നും പനഞ്ഞില്ലേ? ദാസൻ എന്നെ ഒന്നും പറഞ്ഞില്ല. എന്ത് പറ്റി? അവനെ ഞാനങ്ങ് എറിഞ്ഞിട്ടടി. എന്ത്, കല്ലുകൊണ്ടാ? കാലുകൊണ്ടൊന്നുമല്ല. കാലല്ല തള്ളേ, കല്ല്. അല്ലടി, കണ്ണുകൊണ്ട്. ഇതിങ്ങനെ കണ്ണുകൊണ്ട് എറിയാൻ പറ്റിയ പ്രായം. അല്ല, അടുത്ത ആഴ്ചയല്ലേ ശാന്ത ചേച്ചിയുടെ മോളുടെ കല്യാണം? നിങ്ങൾ പോണില്ലേ? ഓ, അത് ഇനി നടക്കുന്ന ലക്ഷണമൊന്നുമില്ല. അയ്യോ, അതെന്തൊരു ചേച്ചി? കണ്ട പരദൂഷണം പറയാൻ വന്നപ്പോ തള്ള മാറി ചേച്ചി വരായി. വാ ചേച്ചി, ഒന്ന് പറ. പെണ്ണ്. എടി, ഇന്നലെ എല്ലാരും രാജിയുടെ നിശ്ചയം. ആ, ഇന്നലെ പാരാത്രി ആയപ്പോ ഉണ്ടല്ലോടി. പായും കൊണ്ട് ആര് ചേച്ചി രാത്രി വന്നേ? എടി, പായും കൊണ്ട് വന്നല്ല. പിന്നെ ഇന്നലെ പാരാത്രി ആയപ്പോ ഉണ്ടല്ലോ, ആ, അവിടെ ആ പഴയ കാമുകനുണ്ടല്ലോ, ആ നത്ത് ചെറുക്കൻ, ഓ, അവൻ വന്ന് രാജി വിളിച്ച്. അവൻ ഈ രാത്രി എവിടെ പോയി രാജിവെച്ചെന്ന്? അവന്റെ വീട്ടിൽ പോയി രാജിവെച്ച്. ഇവളോട് പറയാൻ വന്നെന്നെ. എടി, അവൻ വന്ന് വിളിച്ചു കൂവിയെന്ന്. അവനെന്ത് കുറുക്കനോ? ഓ, എന്റെ വിടലേ. അവൻ വന്ന് എടി രാജിയേ ഇറങ്ങി വാടിയേ. ഓ, ഈ അങ്ങനെ. പെണ്ണുണ്ടല്ലോടി വാതുക്ക വന്ന് കല്ലുപോലൊരു നിപ്പും. എന്നിട്ട് അവന്റെ വിളി കേട്ട് സഹിക്കാൻ വയ്യാതെ ഒടുക്കും അങ്ങ് ഇറങ്ങിപ്പോയി. അവള് പണ്ടേ ഇറങ്ങി പോകുന്ന എനിക്ക് അറിയാമായിരുന്നു. എടി, അവളല്ലടി, അവിടെ തള്ളയടി കൂടെ ഇറങ്ങിപ്പോയേ. അയ്യോ, തള്ളയോ? ആ, അല്ല, അതിന് നീ ഇത്ര വിഷമിക്കാനേ? ഇന്നലെ നിന്റെ അമ്മായിയമ്മയുടെ കണ്ണിലെ കാപ്പിപ്പൊടി ഇട്ടപ്പോ ഈ വിഷമൊന്നും കണ്ടില്ല. അമ്മായിയമ്മയുടെ കണ്ണി, അത് അവരുടെ ഭാഗ്യം. മുളകുപൊടിയാ തപ്പിയത്, കിട്ടിയത് കാപ്പിപ്പൊടി ആയിപ്പോയി. അടുത്ത പ്രാവശ്യം ആവട്ടെ. അതൊക്കെ എന്റെ അമ്മായിയമ്മ. എന്റെ കണ്ണൊന്ന് നിറഞ്ഞ അവരുടെ കണ്ണ് അപ്പം നിറയും. അത്ര സ്നേഹത്തില? അയ്യാടാ, അതുകൊണ്ടൊന്നും അല്ല. ഞാൻ എപ്പോ ഉള്ളി അരിഞ്ഞാലും അവരുടെ അടുത്ത് വരുന്ന അരിയത്തോളൂ. ഈ ഐഡിയ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ആ തള്ളയുടെ എന്തോരം കണ്ണുനീര് എനിക്ക് കാണാമായിരുന്നു. കോള് വരുന്നു. പൈപ്പിൽ വെള്ളം വന്ന് നിങ്ങളുടെ കുടം ദാ കിടക്കുന്നു. എന്നാലേ നിന്റെ കുടം ദാ കിടക്കുന്നു. അയ്യോ, എന്റെ അയ്യോ, കണ്ണിലെന്തോ പറ്റിയടി? കണ്ണി പറ്റിയെന്നല്ല, എന്റെ ഐഫോൺ താഴെ പോയെന്ന്. ചേച്ചി എടുത്തു തരാം. എടി, ഐഫോൺ എന്ന് പറഞ്ഞിട്ടേ ഇതിനകത്ത് ഐയില്ലടി, ഒരു ചളിങ്ങിയ ഓ മാത്രമേ ഉള്ളൂ. തള്ളു, ചളിങ്ങിയ ഓയല്ല, അത് ആപ്പിളിന്റെ സിമ്പലാ. ആ, നീ കടിച്ചിട്ട് ബാക്കി വെച്ചായിരുന്നു. ഞാൻ ഇതൊന്നും കഴിക്കാറില്ല. ഞാൻ ബ്ലാക്ക്ബെറി, ബ്ലൂബെറി, സ്ട്രോബെറി അതൊക്കെ കഴിക്കാറുള്ളൂ. അത് ഞാൻ കണ്ടായിരുന്നു ഇന്നലെ. എന്ത്? നിന്റെ വീട്ടിന്റെ വാതക്കിടെ വന്നപ്പോഴേ മത്തിച്ചട്ടിക്കകത്തിട്ട് പഴഞ്ചോറ് കുഴച്ചടിച്ചപ്പോഴേ നിന്റെ കിണറ്റി വേണമെന്ന് പറഞ്ഞ പൂച്ചയുണ്ടല്ലോ, അതിനകത്തുനിന്ന് ഒരു കഷ്ണം മീനെടുത്തെന്നും പറഞ്ഞ് നീ പഞ്ചായത്ത് മുഴുവൻ ഓട്ടിച്ച് അതിന്റെ വായിന്ന് എടുത്തവളല്ലയോടി. കണ്ടായിരുന്നല്ലേ?
എടി എവിടെ തീ പിടിച്ചെന്ന് തോന്നടി? തീയൊന്നും പിടിച്ചല്ല, വീട്ടില് ഫയർഫോഴ്സ് വന്നത്. എന്തിന്? ഞാൻ പറഞ്ഞില്ലാന്നോ രാവിലെ പൂച്ച കിണറ്റി വീണെന്ന്. അതിനെ എടുക്കാൻ പോയപ്പോ എന്റെ കെട്ടിയും കിണറ്റി പോയി. പുള്ളി രക്ഷപ്പെടുത്താൻ വേണ്ടി ഫയർഫോഴ്സ് വിളിച്ചിട്ടാ ഞാൻ ഇവിടെ വന്ന് നിന്നേ. എന്നിട്ടാണോടി ശ്രീദേവി ഇവിടെ നിന്ന് നീ പരദൂഷണം പറയുന്നത്? അത് ഇതെല്ലാം കേട്ടപ്പോ ഞാൻ അങ്ങ് മറന്നുപോയി. അല്ല, ഞാൻ എന്നാ അങ്ങോട്ട് ഒന്നനങ്ങി പോടി. എന്റെ കെട്ടിയോന്നല്ലേ കിണറ്റി കിടക്കുന്നത്, എന്റെ ഫോണൊന്നും അല്ലല്ലോ.